ഇന്ന് നമ്മളെ പാടി രസിപ്പിക്കാൻ ഇവിടെ എത്തുന്നത് പത്തനാപുരം റഹ്മാൻ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പ്രിയങ്കരനായ സഹോദരനാണ്. അദ്ദേഹം ഏകദേശം 18 വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ വേദികൾ പങ്കിടുന്ന ഒരു വ്യക്തിയാണ്. മാത്രവുമല്ല, പാടി ആൾക്കാരെ രസിപ്പിക്കുന്നതിൽ ഒരു അഗ്രഗണ്യനാണ്. കാരണം ഏത് പാട്ടാണെങ്കിലും, ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും വളരെ സ്ലോ നമ്പർ ആണെങ്കിലും അതിമനോഹരമായിട്ട് പാടുന്ന ഒരു ഗായകനാണ്. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പത്തനാപുരം റഹ്മാൻ. പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന് കുത്തം കുറയേര് നീ നന്ദവനത്തേ. ഞാൻ റഹ്മാൻ പത്തനാപുരം എന്ന പേരിലാണ് ഞാൻ മ്യൂസിക് ഫീൽഡിൽ അറിയപ്പെടുന്നത്. പേരിൽ സൂചിപ്പിച്ച പോലെ തന്നെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം സ്വദേശിയാണ്. ഗാനമേളയിലൂടെ തന്നെയാണ് ഞാൻ അറിയപ്പെട്ടു തുടങ്ങിയത്. കാത്തോട് മലരാട് കാർക്കുഴലാട് കാതോരം ലോലാക്ക് സംഗതി പാട്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മിക്കവാറുമുള്ള എല്ലാ സമിതികളിലും ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക പ്ലേബാക്ക് സിംഗേഴ്സുമായിട്ട് വേദി പങ്കിടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. കുയിലേ പൂങ്കുയിലേ പാട്ടെടുത്ത് താരേ ഹോയ് പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന്. അപ്പോൾ എൻ്റെ വിശേഷങ്ങളും പാട്ടുകളുമായി നമുക്ക് ഫ്ലോറിൽ കാണാം. താങ്ക് യു. റഹ്മാൻ, പിന്നെ സുഖമായിരിക്കുന്നില്ലേ? കാരണം എനിക്ക് പ്രത്യേകിച്ച് റഹ്മാൻ്റെ അടുത്ത് ചോദിക്കാൻ ഒന്നുമില്ല. കാരണം മിക്കവാറും എന്നെ വിളിക്കാറുണ്ട്. എന്നാലും ഒരുപാട് സന്തോഷം റഹ്മാൻ ഇതിൽ പങ്കെടുക്കാൻ വന്നതിൽ. അപ്പം നമുക്ക് സമയം കളയാതെ ആദ്യത്തെ പാട്ടങ്ങ് തുടങ്ങാം. ഏത് പാട്ടാണ് പാടുന്നത്? മേരെ സപ്നോ കി. നമുക്കൊരു തകർപ്പൻ എപ്പിസോഡായിട്ട് മാറ്റണം. ഓക്കെ. मेरे सपनों की रानी कब आएगी तू, आगी रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया हाँ तू चलिया. प्यार की कलियां बाहों की कलियां सब रंग रलियां पूछ रही है. प्यार की कलियां बाहों की कलियां सब रंग रलियां पूछ रही है. गीत बन तट पे किस दिन गाएगी तू, मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया. भूल से खिल के पास दिल के दूर से मिल के चैन आए. भूल से खिल के पास दिल के दूर से मिल के चैन आए. और कब तक मुझे तड़ पाएगी तू, मेरे सपनों की रानी कब आएगी तू,
आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया। क्या है परोसा आशिक दिल का और किसी पे ये आ जाए, क्या है भरोसा आशिक दिल का और किसी पे ये आ जाए। आ गया तू बहुत पछ गाएगी तू, मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया। मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया हाँ तू चलिया, चलिया तू चलिया, चलिया हाँ तू चलिया, चलिया दूर चलिया। ചേട്ടാ, ഇത് റഹ്മാൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നത്. എൻ്റെ എല്ലാ പ്രോഗ്രാമിലും റഹ്മാനുണ്ട്. കുറേ പാട്ടുകൾ മലയാളമായാലും തമിഴായാലും ഹിന്ദി ആയാലും. ഈ പാട്ട് വളരെ അപൂർവമായിട്ടേ ഞാൻ പാടി കേട്ടുള്ളൂ. ഇപ്പൊ പോയപ്പോൾ എങ്ങാണ്ട് സാമ്പിയൽ എങ്ങാണ്ട് പാടിയായിരുന്നു തോന്നുന്നു. ആ, എത്ര വർഷമായി ഇപ്പൊ റഹ്മാൻ? അത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. 30 വർഷം കഴിഞ്ഞു. 30 വർഷമായിട്ട് റഹ്മാൻ ഈ ഫീൽഡിലുണ്ട്. ഇപ്പോഴും സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കൂടെ മാത്രമല്ല, സ്വന്തമായിട്ടുള്ള ട്രൂപ്പുകളുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. നന്നായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല രസം. പിന്നെ ഈ പാട്ട് പ്രത്യേകിച്ച് പാടിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റഹ്മാൻ പാടുന്നത് നല്ല രസമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഓർമ്മകളിലേക്കാണ് ഞാൻ പോയത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 15 വയസ്സുള്ളപ്പോൾ ഞാൻ ഒല്ലൂര് ഡേവീസ് ടാക്കീസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ പോയിട്ട് ആരാധന എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ട ഓർമ്മയാണ്. രാജേഷ് ഖന്ന ജീപ്പില് മറ്റേ അപ്പുറത്ത് ഇത് പോകുന്നത്, ട്രെയിൻ പോകുന്നത്. അപ്പൊ ഇത് അത്രയും നമ്മളുടെ മനസ്സിൽ അന്ന് അതുവരയ്ക്കും വന്ന പാട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പാട്ട് അന്ന് കേട്ട് ഞെട്ടിക്കോരി ധരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നല്ല ഹിറ്റായ ഒരു ഗാനം. ഇതിലൊരു പ്രത്യേകതയുണ്ട് ഈ പാട്ടില്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാ? എസ് ഡി ബർമനാണ്. ഓർക്കസ്ട്രേഷൻ ചെയ്തത് ആദ്യമായിട്ട് ആർ.ഡി. ബർമൻ. എസ് ഡി ബർമൻ പ്രായമായി, മകൻ ഇങ്ങനെ വരുന്നു, ചെറുപ്പക്കാരൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടിനെ മകനെ കൊണ്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യിച്ചു. അദ്ദേഹം കണ്ടുപിടിച്ച ഡുക്കി തരംഗുണ്ട്, ഈ ആർ.ഡി. ബർമനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു ഋതം വായിക്കുന്നത് പിന്നെ ഒരുപാട് കാലത്ത് അദ്ദേഹം അവരോട് ചോദിച്ചറിയാം. അതെ, ഒരുപാട് കാര്യങ്ങൾ റഹ്മാന് പറയാനുണ്ട് അല്ലേ? കുറെ കാര്യങ്ങളുണ്ട്, എനിക്ക് ചോദിക്കാനും ഉണ്ട്. നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് പൊരിക്കാം. ഓക്കെ, തീർച്ചയായും.